അവർക്ക് കഴിക്കാൻ. അതൊക്കെ ഞാൻ നോക്കണം. ആ ശരി ശരി. കവിതേ, നിനക്ക് എവിടുന്ന് കിട്ടിയടി ഇത്ര ധൈര്യം? ഒരാളെ സ്നേഹിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. എന്താ മോളെ? എനിക്ക് കുടുംബക്ഷേത്രത്തിലൊന്ന് പോണോന്നുണ്ട്. അതിനെന്താ, മോള് പൊക്കോളൂ. കൂട്ടിന് ആരെങ്കിലും വേണോ? ശാരദേ, അല്ലെങ്കിൽ വേണ്ട. ഒറ്റയ്ക്കാവുമ്പോ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം, അനുഗ്രഹം മേടിക്കാം. മോള് ചെല്ല്. ഇതൊക്കെ മണ്ഡപത്തിലേക്ക് കേറുമ്പോ പോരെ, മോള് ചെല്ലൂ. സംശയം തോന്നിയിട്ടില്ല. ഭഗവതി എന്റെ കൂടെ. അമ്മേ, ദൂരെ നിന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരൊന്ന് പിക്ക് ചെയ്യാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. നീ തന്നെ പോണോന്നുണ്ടോ? അവര് വേറെ ആർക്കും അറിയില്ലമ്മേ. ഞാൻ വേഗം വരാം. എന്നാ പോയിട്ട് വാ. അമ്മേ, സ്റ്റേഷനിൽ പോകുന്നതിന് എന്തിനാണ് അനുഗ്രഹം? ബാഗൊക്കെ നേരത്തെ ജീപ്പിൽ ഒളിപ്പിച്ചു വെച്ച നന്നായി. അച്ഛൻ എന്നെ കാണാതെ ടെൻഷൻ അടിക്കും. നീ വേണം ആശ്വസിപ്പിക്കാൻ. ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. രജിസ്റ്റർ മാരേജ് ഒക്കെ നിന്റെ വീട്ടിൽ ചെന്നിട്ടാവല്ലേ? അതിന് ഇനി എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണാവോ? കല്യാണത്തെക്കാളേറെ അവളെ ഒന്ന് നേരിൽ കാണുന്നതിന്റെ ത്രില്ലാണ് ഞാൻ. എങ്ങോട്ടാ രണ്ടാളും കൂടി? എന്താടാ മണിക്കുട്ട? എനിക്കൊരു സത്യം അറിയണം. എന്റെ സരസുനെ നിനക്ക് കെട്ടണോ? നീ എന്താടാ ഈ പറയുന്നേ? ചോദിച്ചതിന് സമാധാനം പറ. സരസു നിന്റെ അല്ലടാ. പിന്നെ ഇവൻ തന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് വാക്ക് കൊടുത്തതോ? മണിക്കുട്ട, നീ തെറ്റിദ്ധരിച്ചിരിക്ക. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. അല്ല, ചോദിച്ചു നോക്ക്. എനിക്ക് അവനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നീ എന്റെ കൂട്ടുകാരനാ. പക്ഷെ ഇവൻ എന്റെ ജീവനാ. ഇന്നെന്റെ കല്യാണമാണെന്ന് അറിയാലോ. പക്ഷെ ആ പെണ്ണിനെ കെട്ടാൻ പോകുന്നത് ഞാനല്ല, ഇവനാ. അതും എനിക്ക് വേണ്ടി. അവൻ സ്നേഹിക്കുന്ന അവന്റെ പപ്പിയെ പോലും മറന്നിട്ട്. ഇങ്ങനൊരു മനസ്സ് വേറെ ആർക്കടാ ഉണ്ടാവുക? നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. സരസു എന്നോട് പറഞ്ഞതാ. ഇതിലെന്തോ ചതിയുണ്ട്. അനിയൻകുട്ടിയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. നിനക്ക് വേണ്ടിയാടാ ഞാൻ ഈ ചീത്ത പേരൊക്കെ കേട്ടത്. അവനെ വെറ. അവൻ പറഞ്ഞ സത്യ. നിന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ എന്റെ പപ്പിയെ സ്നേഹിച്ചേ? നിന്റെ പപ്പിയെ ഞാനോ? അതെ, നീ സ്നേഹിച്ചു. അനിയൻകുട്ടി, ഞാൻ നിന്റെ പത്മജയും എന്റെ പപ്പിയും നിനക്ക് വേണ്ടി ഉറപ്പിച്ച ആ പെണ്ണും എല്ലാം ഒന്ന് തന്നെയാ. ഈ ലോകത്ത് മറ്റാരെക്കാളും കൂടുതൽ ഞാൻ എന്റെ പപ്പിയെ സ്നേഹിക്കുന്നു. അവളെ നിനക്ക് വേണ്ടി വിട്ടറിഞ്ഞ മഹാത്മാവൊന്നുമില്ല, വെറും മനുഷ്യനാ. എനിക്ക് അവളെ വേണം. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാനാവില്ല. നിർത്തണ പുല്ലേ. എനിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച എന്റെ പത്മയെ ഇത്രയും നാൾ എന്നിൽ നിന്ന് അകറ്റിയതും പോരാഞ്ഞ് ഇനി ഞാൻ നിനക്ക് അവളെ വിട്ടുതരയും വേണം അല്ലേ? കാണാൻ പോലും സമ്മതിക്കില്ല നിന്നെ ഞാൻ. അതിനെനിക്ക് നിന്റെ അനുവാദം. നിന്നെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ, ഒന്നിച്ച് ജീവിക്കാനുള്ള മോഹത്തോടെ അവളിപ്പോ സ്റ്റേഷനിൽ വരും. നിനക്ക് പകരം ഞാൻ അവിടെ എത്തും. എന്നിട്ട് ഞാൻ പറയും, ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി ഞാനാണെന്ന്, അവൾ ഇഷ്ടപ്പെടുന്ന അനിയൻകുട്ടി ഞാനാണെന്ന്. അവളത് വിശ്വസിക്കും. അതേ ട്രെയിനില് ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർക്ക് പോകും. പിന്നെ നീ എന്ത് തെളിവ് നിരത്തിയാലും ഒരു കാര്യമില്ല.
അപ്പോഴേക്കും അവൾ എന്റേത് മാത്രമേ കഴിഞ്ഞിരിക്കൂ. ഞാൻ വിടില്ല. രണ്ടും തല്ലി ചാകത്തിന് പിടിച്ചു മാറ്റടാ. ഇവനിലേക്ക് വിട്ടാര്. ഇവൻ നമ്മളെ പാർട്ടിയാ. എടാ, നീ എന്നെ വലിപ്പിക്കുമെന്ന് ഭയന്നാ ഞാൻ തേടി വന്നത്. അതേതായാലും നന്നായില്ലേ. കൊണ്ട് പോടാവനെ. ഒന്നിന്നേ. ഇനി നിനക്കെന്തിനാ ടിക്കറ്റ്? കൊച്ചുറുപ്പിനെ കൊണ്ടുപോയി സമ്മതിക്കില്ല. നിനക്ക് എന്താ കാര്യം? ഓ, ആശ്രിത മത്സരമല്ലേ? തല്ലിക്കൊല്ലടാ ഇവരെ. മിടുക്കൻ. താങ്ക് യു. വാടാ ഇവിടെ. മുതലാളി പയ്യനും ഒപ്പിച്ചോണ്ട് വന്നു. പെണ്ണിനെ ഒരുക്കി കഴിച്ചില്ലേ? എന്നാ വിളിച്ചോണ്ട് വാടി. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എനിക്ക് കേക്കണ്ട. കരയാതെ മോളെ. ഇനിയെങ്കിലത് മോഹനത്തിനാ. നീ കണ്ടെത്തിയ ചെക്കലെ കൊടുത്തതിനെ കെട്ടിക്കാൻ പോണേ. എനിക്ക് സരസ്വനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതൊക്കെ കെട്ട് കഴിച്ച് സൗകര്യം പോലെ ചോദിച്ചാ മതി. അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരാം. എടാ, മിണ്ടരുത്. എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടീ, നിന്നെ ഞാൻ കെട്ടണം. നീ സ്നേഹിച്ചത് എന്നെയാണോ? നീ അന്ന് ഒളിച്ചോടാൻ നോക്കിയത് എന്നോടൊപ്പമാണോ? ഒന്ന് ഇനി പേടിച്ചു നിൽക്കാതെ വാ തുറന്ന് പറയടി. ഞാനാണോ നിന്നെ കെട്ടേണ്ടത്? അവള് സ്നേഹിച്ചത് എന്നെയാ. എന്റെ അടുത്തേക്കാ അവളൊന്ന് ഒളിച്ചോടി വന്നത്. അപ്പൊ അതാണ് സത്യം. പക്ഷെ ആരും അഭിഷേകന്റെ മോനല്ലേ? അതേന്ന് പാവം ചെക്കനാ. ഇത് വളരെ കഷ്ടമാണ്. ശരിയാ. ഇപ്പോഴെങ്കിലും നിനക്ക് നട്ടലുണ്ടായാലും തുറന്നു പറയാൻ. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കുട്ടിയോട് ചോദിച്ചു നോക്കാം. നേരാണോ കുട്ടി? അതെ, എനിക്ക് മണിക്കുട്ടിനാണ് ഇഷ്ടം. സത്യം തുറന്നു പറഞ്ഞാൽ ഇവന്റെ തല കാണില്ലെന്നുള്ള പേടി കൊണ്ട് ഇത്രയും കാലം ഇത് മറച്ചു വെച്ചത്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാ. ഞാൻ ഈ കുട്ടിയെ കെട്ടണോ അതോ പരസ്പരം സ്നേഹിക്കുന്ന ഇവർ തമ്മിൽ ചേരണം? ഉത്തരം ഞാൻ പറയാടാ. നീ തന്നെ കെട്ടിയാ മതി. അച്ചു, താലി ഇവിടെ. മുതലാളി, ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ കെട്ടു നടക്കേണ്ടത് മണിക്കുട്ടനും സരസ്വം തമ്മിലല്ലേ? അച്ഛനെ തുടർന്ന് ഞങ്ങൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടാ. മണിക്കുട്ട, ധൈര്യമായിട്ട് പോയി താലി കെട്ടടാ. തന്റെ മോൾ ഒരുത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മുഹൂർത്തത്തിന് മുമ്പ് പച്ചയായി തെളിഞ്ഞ സ്ഥിതിക്ക് ആ കല്യാണം തന്നെയാണ് നടക്കേണ്ടത്. മണിക്കുട്ട, ചെല്ലടാ. നാദസ്വരം. മുതലാളി, ഈ താലി അവന്റെ കൊടുത്തിട്ട് കെട്ടാൻ പറ. നീ ഒന്ന് മോളിങ്ങോട്ട് കെട്ടടാ. ആ മാലം കെട്ടാ. ഇതാ അതും കൂടാ. കണ്ടില്ലേ, ആദ്യം നിങ്ങൾ പോകണ്ട, അവൻ ആളെ മനസ്സിലാവും. നീ ചെല്ല്, ഞാൻ വണ്ടിയിലിരിക്കാം. സാറെങ്ങോട്ടാ? ബാംഗ്ലൂർക്ക്. ഒറ്റയ്ക്ക്? ഇല്ല, ഫാമിലി ഉണ്ട്, ഇപ്പൊ വരും. എന്താ പ്രശ്നം? നിങ്ങളാരാ? ഇപ്പൊ മനസ്സിലായോ?
കന്യാകുമാരി അനിയൻകുട്ടിയാണോ? അല്ല, 6526 നമ്പർ ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. ട്രെയിൻ നമ്പർ 6526 ബാംഗ്ലൂർ ബൗണ്ട് കന്യാകുമാരി ബാംഗ്ലൂർ എക്സ്പ്രസ് ലീവ് ഫ്രം പ്ലാറ്റ്ഫോം നമ്പർ 1 ഷോർട്ട്ലി.